എന്താണ് ലെബനിൽ ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ നിലവിൽ വന്നതിന് പിന്നാലെ ഗസയിൽ ആക്രമണം ശക്തമാക്കുകയാണ് ഇസ്രായേൽ. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇനി ഓവൽ ഓഫീസിലേക്ക് എത്തി ഒപ്പിട്ട് കഴിഞ്ഞ് മാത്രമേ ഗസയിലെ കൂട്ടക്കൊല ഇസ്രായേൽ നിർത്തുകയുള്ളൂ എന്നുണ്ടോ ജെയിംസ്? ഹാഷ്മി, നമുക്കിപ്പോഴും പറയാൻ പറ്റില്ല. കാരണം ഇത് ഈ രണ്ട് വെടിനിർത്തലും യഥാർത്ഥത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മനസ്സിൽ ട്രംപ് വന്നിട്ട് മതി എന്നുള്ള രീതിയിലായിരുന്നു ഒരുപക്ഷെ പോയിരുന്നത്. കാരണം ഒരുപാട് സമ്മർദ്ദം ട്രംപിന് മേലും അതുപോലെ തന്നെ ഹെസ്ബുള്ളയുടെ മേലും ഹമാസിൻ്റെ മേലൊക്കെ വന്നിരുന്നു. പക്ഷേ എല്ലായിടത്തും വലിയ രീതിയിലുള്ള സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇപ്പോൾ ലെബനനിൽ വെടിനിർത്തലിന് തയ്യാറായത്. അവിടെ ലെബനനിൽ ഹെസ്ബുള്ളയുമായിട്ട് വെടിനിർത്തൽ ഇന്നലെ പ്രാബല്യത്തിൽ വന്നു. അതിന് പിന്നാലെ 10,000-കണക്കിന് മനുഷ്യർ, അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ പലായനം ചെയ്തിരുന്നു. ഒരുപാട് പേര് തൊട്ടടുത്ത രാജ്യമായ സിറിയയിലേക്കാണ് പോയത്. അവരൊക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വളരെ ദയനീയമായ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് അവരുടെ വളരെ ഇതായിട്ടുള്ള സുന്ദരമായ വീടുകളൊക്കെ തകർന്ന് തരിപ്പണമായി ആ ഒരു അവശിഷ്ടങ്ങൾക്ക് നടുവിലേക്കാണ് 10,000-ങ്ങൾ എത്തുന്നത്. പക്ഷെ അവിടെ ഇസ്രായേൽ സൈന്യം പൂർണ്ണമായിട്ട് പിൻവാങ്ങിയിട്ടില്ല. വെടിനിർത്തൽ ഉണ്ടായി. ഈ 24 മണിക്കൂറിനുള്ളിൽ ആക്രമണം നടന്നിട്ടില്ല, ആരും കൊല്ലപ്പെട്ടിട്ടില്ല. മരണസംഖ്യ 3,823 എന്ന ഔദ്യോഗിക സംഖ്യയിൽ നിൽക്കുന്നു കഴിഞ്ഞ 10 മാസത്തെ സംഖ്യയായിട്ട്. എന്തായാലും ഹാഷ്മി, ലിറ്റാനി നദിക്ക് തെക്കോട്ട് കടക്കരുതെന്നാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ താക്കീത്. എന്ന് മാത്രമല്ല അവിടെ പ്രധാനമായിട്ട് ഈ അവിടുത്തെ സൈന്യം, ലെബനൻ്റെ സൈന്യം ഹെസ്ബുള്ളയും രണ്ടും രണ്ടാണ്. അവിടുത്തെ സൈന്യവും അത് ഒരു 56,000 പേരുണ്ട്. 10,000-ഓളം ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനയുമാണ് അവിടെ കാവൽ നിൽക്കുന്നത്. സ്വാഭാവികമായിട്ട് അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള നീക്കമാണ്. കാരണം ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും തരത്തിൽ കരാറിന് ലംഘനം ഉണ്ടായാൽ ഞങ്ങൾ വീണ്ടും ആക്രമിക്കും. എന്തായാലും അതിൽ മാറ്റം വന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല വടക്കൻ ഇസ്രായേലിൽ നിന്ന് ഏതാണ്ട് 100,000-ഓളം ഇസ്രായേലികൾ ഈ റോക്കറ്റ് ആക്രമണം, ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണത്തെ തുടർന്ന് അവിടുന്ന് മാറ്റി താമസിപ്പിച്ചിരുന്നു. അവർ തിരിച്ചു വരാനുള്ള നീക്കത്തിൽ കൂടിയാണ്. അപ്പോൾ ലെബനനിലും ഇസ്രായേലിലും കാര്യങ്ങൾ സാധാരണ നിലയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിനിടയിൽ ഹാഷ്മി, ഏറ്റവും അമ്പരപ്പിക്കുന്നത് അവിടെ കേന്ദ്രീകരിച്ചിരുന്ന ഇസ്രായേൽ സൈന്യം ഇപ്പോൾ എല്ലാ തോക്കുകളും അവരുടെ ബോംബർ വിമാനങ്ങളൊക്കെ ടാർഗറ്റ് ചെയ്യുന്നത് 75 കിലോമീറ്ററുള്ള ഗസയിലേക്കാണ്. 23 ലക്ഷം പേര്, അവരുടെ വീടുകളൊക്കെ ഏതാണ്ട് തകർന്നുപോയി. 23 ലക്ഷം പേരും നെട്ടോട്ടത്തിലാണ്. വടക്കൻ ഗസയിലാണ് ഏറ്റവും വലിയ ആക്രമണം നടക്കുന്നത്. ഇന്നലെയും 20-ലേറെ പേർ ഈ മണിക്കൂറുകളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഏറ്റവും അവസാന ദിവസങ്ങളിൽ ആശുപത്രികൾക്ക് നേരെ, അവിടുത്തെ ഇസ്ലാം ദേവാലയത്തിന് നേരെയൊക്കെ ആക്രമണം നടന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് വരുന്നത്. കാശ്മീർ, അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ വടക്കൻ ഇതിൽ ഗസയിലെ ജബാലിയ ക്യാമ്പ് അടക്കമുള്ള ഇവിടുന്നൊക്കെ അവർ ജീവനം കൊണ്ട് ഓടുകയാണ്, സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും. പക്ഷേ പുരുഷന്മാരെ മാത്രം തടഞ്ഞു നിർത്തി സ്ത്രീകളെ മാത്രമാണ് പോകാൻ അനുവദിക്കുന്നത്. ഇവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഹമാസിൻ്റെ ആൾക്കാരുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള ചോദ്യം ചെയ്യലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈജിപ്തും ഖത്തറും വളരെ ശക്തമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഹിസ്ബുള്ള പിൻവാങ്ങിയ സാഹചര്യത്തിൽ ഹമാസിനെ കൂടി സമാധാനിപ്പിച്ച് ഒരു തരത്തിൽ ഇസ്രായേലിലെ ബന്ദികളെ വിട്ടുകൊടുക്കുക, അവിടെയും വെടിനിർത്തൽ വന്നാൽ പശ്ചിമേഷ്യയിൽ തൽക്കാലം ഒരു ശാന്തിയും സമാധാനത്തിനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് എത്ര വരെ എത്തുമെന്ന് അറിയില്ല. അത് ഇല്ലെങ്കിൽ ഒരുപക്ഷെ യുദ്ധം കൂടുതൽ രൂക്ഷമാവാനാണ് സാധ്യത. നേരത്തെ ഹാഷ്മി പറഞ്ഞ പോലെ ട്രംപ് ജനുവരി 20-നാണ് വരുന്നത്. അതുവരെ ഗസയിലെ യുദ്ധം നീട്ടിക്കൊണ്ടുപോകുമോ എന്നാണ് അറിയാനുള്ളത്. എന്തായാലും ജോ ബൈഡൻ ഒരു കാര്യം കൂടി ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് വെടിനിർത്തലിനെ കുറിച്ച് സംസാരിക്കുന്നു, മറുഭാഗത്ത് ഇസ്രായേലിന് ഒരു തവണ കൂടി ആയുധങ്ങൾ നൽകാനുള്ള തീരുമാനവും അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഹാഷ്മി, ജെയിംസ്, അതുപോലെ തന്നെയാണ് അയൽ രാജ്യങ്ങളിലൊക്കെ പ്രശ്നമാണ്. ബംഗ്ലാദേശിൽ സന്യാസിയെ അറസ്റ്റ് ചെയ്തു, അവിടെ കലാപം. പാകിസ്ഥാനിൽ ഇമ്രാൻഖാൻ്റെ മോചനം ആവശ്യപ്പെട്ട് പ്രക്ഷോഭം. മൊത്തത്തിൽ ഒരു സമാധാനക്കേടാണ്. ഹാഷ്മി, നമ്മുടെ 2 അയൽ രാജ്യങ്ങളാണ് ബംഗ്ലാദേശും പാകിസ്ഥാനും. ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ പാകിസ്ഥാനായിരുന്നു ഉണ്ടായിരുന്നത്, പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്നു. ഈസ്റ്റ് പാകിസ്ഥാനായിരുന്നു ബംഗ്ലാദേശ്. 1971 ഡിസംബർ 3 മുതൽ 16 വരെ ഉണ്ടായ യുദ്ധത്തിലാണ് ഇന്ത്യ ഇടപെട്ട് ബംഗ്ലാദേശ് എന്ന പുതിയ രാജ്യത്തിന് മോചനം നേടിക്കൊടുത്തത്. പക്ഷേ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന ബംഗ്ലാദേശ് പതുക്കെ ഇന്ത്യക്കെതിരെ തിരിയുന്നു. പ്രത്യേകിച്ച് അവിടുത്തെ സർക്കാർ ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നുവെന്നുള്ള ആരോപണം ശക്തമാകുന്നു. അവിടുത്തെ ന്യൂനപക്ഷമായിട്ടുള്ള ഹൈന്ദവർക്ക് നേരെ, മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളായിട്ട് പറഞ്ഞതാണ്. എപ്പോഴും നമ്മൾ മാധ്യമപ്രവർത്തകർ എടുക്കുന്ന, അല്ലെങ്കിൽ പലപ്പോഴും സാമൂഹ്യ നീതിയുടെ ഭാഗമായിട്ട് എടുക്കുന്നത്, എവിടെയൊക്കെ ന്യൂനപക്ഷങ്ങളുണ്ടോ, അത് ഇന്ത്യയിലായാലും
ബംഗ്ലാദേശിലായാലും അവർ സംരക്ഷിക്കപ്പെടണം എന്ന നിലപാടാണ് എടുക്കുക. കാരണം അതൊരു സാമൂഹ്യ നീതിയുടെ ഭാഗമാണ്. അവിടുത്തെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുന്നു, അവിടുത്തെ ഹൈന്ദവരായിട്ടുള്ള ആൾക്കാരെ ആക്രമിക്കുന്നു. ഇപ്പോൾ ഇസ്കോൺ പ്രസ്ഥാനത്തിൻ്റെ തലവനായിട്ടുള്ള അവിടുത്തെ ചിന്മയ് കൃഷ്ണദാസ് ബ്രഹ്മചാരി എന്ന സ്വാമി, ഹിന്ദു സ്വാമിയെ അറസ്റ്റ് ചെയ്തു, അവിടെ തടവിൽ പാർപ്പിച്ചിരിക്കുന്നു. ദേശീയ വ്യാപകമായിട്ട് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ പ്രക്ഷോഭത്തിലാണ്. പോലീസ് അവരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു. നേരത്തെയും ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന പുറത്തായതിന് പിന്നാലെ അവിടുത്തെ ഭരണഘടന തന്നെ ഇസ്ലാമിസ്റ്റ് ഭരണഘടനയായിട്ട് മാറ്റാനുള്ള ശ്രമം നടക്കുന്നു. അപ്പോൾ ഒരു രാജ്യത്തും ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്നതിന് ഒരു തരത്തിൽ അംഗീകരിക്കാൻ സാധിക്കില്ല. ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് നേരെ, അതുപോലെ തന്നെ അവിടുത്തെ ഇപ്പോൾ ഹൈന്ദവരും ക്രിസ്ത്യാനികളും ബുദ്ധിസ്റ്റുകളും പാഴ്സികളും മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് രംഗത്തിറങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇന്ത്യ ശക്തമായിട്ടുള്ള പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയും അറിഞ്ഞിരിക്കേണ്ടത് ന്യൂനപക്ഷങ്ങൾ എല്ലായിടത്തും സംരക്ഷിക്കപ്പെടണം. ഒരുപക്ഷെ നമുക്ക് ആ സംരക്ഷണം കൊടുക്കാൻ കഴിയാതെ വന്നാൽ അത് സ്വാഭാവികമായിട്ടും മറ്റു രാജ്യങ്ങളിലൊക്കെ പ്രതിഫലിക്കും എന്ന് നമ്മൾ കൂടി അറിയണം. പ്രത്യേകിച്ച് സുപ്രീം കോടതി ഇത് സംബന്ധിച്ച് അതിശക്തമായിട്ടുള്ള വെർഡിക്റ്റാണ് ഇപ്പോൾ കൊടുത്തത്. മതനിരപക്ഷതയെക്കുറിച്ച്, സോഷ്യലിസത്തെക്കുറിച്ച് സുപ്രീം കോടതി എവിടെ എക്സിക്യൂട്ടീവിന് ചെറിയ വീഴ്ചകൾ പറ്റുന്നുണ്ടോ അവിടെ കോടതി, ഇന്ത്യയുടെ സുപ്രീം കോടതി ഇടപെടുന്നു. ജനാധിപത്യത്തിൻ്റെ വലിയൊരു സൗന്ദര്യമാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ ഈ അടുത്ത ദിവസങ്ങളിൽ കണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ബംഗ്ലാദേശിലും ന്യൂനപക്ഷങ്ങൾ സംരക്ഷിക്കപ്പെടണം. അവിടുത്തെ ഹൈന്ദവരെയും മറ്റു ന്യൂനപക്ഷങ്ങളെയും ആക്രമിക്കുന്നത് നിർത്തണമെന്നാണ് ഇന്ത്യ ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യക്കിത് ഒരു തരത്തിൽ വലിയ ക്ഷീണമാണ്. കാരണം പാകിസ്ഥാൻ ഇന്ത്യയുടെ എതിരായിട്ട് നിൽക്കുന്നു, ചൈനയായിട്ട് സമാധാനത്തിലെത്തിയെന്ന് പറഞ്ഞാലും ചൈനയുമായിട്ടുള്ള സംഘർഷമൊന്നും തീർന്നിട്ടില്ല. ഇവിടെ ബംഗ്ലാദേശുമായിട്ട് ഇപ്പോൾ പ്രശ്നത്തിലായിരുന്നു. ഷെയ്ഖ് ഹസീന നമ്മുടെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. ഹാഷ്മിക്ക് അറിയാമല്ലോ, ഷെയ്ഖ് ഹസീനയുടെ അച്ഛൻ മുജീബ് റഹ്മാൻ, രാഷ്ട്രപിതാവ് ഇന്ദിരാഗാന്ധി അടക്കമുള്ള ഇന്ത്യൻ നേതാക്കളുടെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായിരുന്നു. അദ്ദേഹം ദേശബന്ധു എന്നറിയപ്പെടുന്ന വളരെ ഇതായിട്ട് ബംഗ്ലാദേശ് എത്ര കാലമായിട്ട് ഇന്ത്യയായിട്ട് അടുത്തു പോയതാണ്. അതിനും അല്പം പങ്ക് അമേരിക്കയ്ക്കുണ്ട്. സെൻറ്റ് മാർട്ടിൻസ് ഐലൻഡ് കിട്ടിയില്ല എന്നുള്ള പേരിലാണ് ഷെയ്ഖ് ഹസീനയെ എല്ലാവരെയും ഇളക്കി വിട്ട്, പാകിസ്ഥാനിലെ ജമായത്തുകളെ വരെ ഇളക്കി വിട്ട് ഷെയ്ഖ് ഹസീനയെ ഓടിച്ചത്. ഇന്ത്യയിലാണ് ഇപ്പോൾ ഷെയ്ഖ് ഹസീന. അവർ മുജീബ് റഹ്മാൻ്റെ മകളാണ്. എന്തായാലും ബംഗ്ലാദേശ് രാഷ്ട്രീയം ഇന്ത്യക്കെതിരെ തിരിയുന്നു എന്നതിൻ്റെ സൂചനകളാണ് കാണുന്നത്. ഇതെന്തായാലും വലിയ തരത്തിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് ശരിയാണ്. ഓക്കെ, താങ്ക് യു പി ജെയിംസ്. താങ്ക് യു. അപ്പോൾ അത് തന്നെയാണ്, ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെട്ടുകൂടാ. അത് ബംഗ്ലാദേശിലാണെങ്കിലും എവിടെയാണെങ്കിലും. അപ്പോൾ അവിടെ അതിക്രമത്തിനിരയാകുന്ന അല്ലെങ്കിൽ ഒതുക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾക്കൊപ്പം തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല.